ചഞ്ചലം എന്തിനാ? കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ? മനമേ ചഞ്ചലം എന്തിനാ? നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? ഓ കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലം എന്തിനാ? കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ? മനമേ ചഞ്ചലം എന്തിനാ? വാനിലെ പറവകൾ പുലരുന്നു, നന്നവയലിലെ താമര വളരുന്നു. വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? ഓ വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? മനമേ ചഞ്ചലം എന്തിനാ? കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ? മനമേ ചഞ്ചലം എന്തിനാ? യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ യൂദായുടെ അനുഭവങ്ങളും ദൈവജനം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ള ശ്രേഷ്ഠമായ അനുഭവവും നാം കണ്ടു. എന്നാൽ ഇന്നത്തെ വാക്യത്തിൽ നിന്ന് ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ
അതിനോട് ചേർത്ത് 2 കാര്യങ്ങൾ യൂദാസ്ലീഹ അവിടെ പറയുകയാണ്. അദ്ദേഹം പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്ന വിളിക്കപ്പെട്ടവർ. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അതിനോട് കൂടെ 2 കാര്യങ്ങൾ കൂടെ ദൈവം അക്കമ്പനി ചെയ്ത് നൽകുകയാണ്. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വിളിക്കകത്തേക്കൊരു മനുഷ്യൻ വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ നിയോഗത്തിനകത്തേക്കൊരു മനുഷ്യൻ വന്നു കഴിയുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ ദൈവം അവന് അതിനോട് കൂട്ടിച്ചേർത്ത് നൽകുകയാണ്. വിളിക്കപ്പെട്ടവനെ, നിന്നോട് പറയുവാൻ 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ഒന്ന്, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്. 2, നീ കർത്താവിനാൽ സൂക്ഷിക്കപ്പെട്ടവനാണ്. ഒരു വിളി ദൈവം നിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ഇഫ് യു ആർ കോൾഡ്, ഇഫ് യു ആർ ചോസൻ, യു ആർ loved by God and you are preserved for Christ. ഒരു കോളിംഗ് ഒരുത്തൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ അവൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ലവ് കിടപ്പുണ്ട്. അവൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കിടപ്പുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, ഈ ദിവസത്തിൽ ഉറപ്പിച്ചാട്ടെ, എൻ്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിട്ടുമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ നിയോഗം എൻ്റെ മേളിൽ കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും എൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലേ, ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളുടെ മറുപടി വൈകുമ്പോൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടല്ലേ, ദൈവത്തിന് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം അവരോടാണെന്നൊക്കെ. നോ, നിൻ്റെ വിളി ഉന്നതമാണെങ്കിൽ നിന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ഉന്നതമാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചിരുന്നല്ലോ, വലിഞ്ഞു കയറിയല്ല നമ്മളാരും ദൈവസാന്നിധ്യത്തിൽ വന്നത്, വിളിച്ചിട്ടാ വന്നതെങ്കിൽ സ്നേഹിക്കുന്ന ഒരപ്പൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. സ്നേഹിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവർ, സ്നേഹിക്കുക മാത്രമല്ല സൂക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങളെ വിളിച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും നൽകി തരികയും ചെയ്യും. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ എന്തിനാ വ്യാകുലപ്പെടുന്നത്? നിങ്ങൾ ദൈവത്താൽ അയക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തിനാ വ്യാകുലപ്പെടുന്നത്? യേശു തൻ്റെ ശിഷ്യന്മാരെ 12 പേരെ പട്ടണങ്ങളിലേക്ക് അയക്കുമ്പോൾ, 70 പേരെ വിവിധ ഇടങ്ങളിലേക്ക് അയക്കുമ്പോൾ, യേശു വിളിച്ചവരോടും യേശു അയച്ചവരോടും യേശു ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ പൊക്കണങ്ങളെ എടുക്കേണ്ട, നിങ്ങൾ സഞ്ചികളെ എടുക്കേണ്ട, നിങ്ങൾ ഭാരങ്ങളെ വഹിക്കേണ്ട. പകരം നിങ്ങൾ ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കർത്താവ് എന്താ അവരോട് പറഞ്ഞെന്നറിയാം? നിങ്ങൾ വഴിയിൽ പൊക്കണവും സഞ്ചിയും എടുക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുന്നേ, നിങ്ങൾ ഭാരമെടുക്കാതെ നടക്കുന്നേ. വഴിയിൽ പൊക്കണവും സഞ്ചിയും എടുക്കരുത്. നീ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ തോളിൽ ഒരു ബാഗ്, 2 കയ്യിലും 2 ബാഗ്, ഈ വെയിറ്റേജ്, ഫുൾ വെയിറ്റേജുമായി, ഹെവി ലോഡുമായി, ഭയങ്കര ബേർഡൻഡായിട്ട് നീ മുമ്പോട്ട് പോകരുത്. ഞാനാ നിന്നെ അയക്കുന്നതെങ്കിൽ നീ ഭാരം ചുമന്നുകൊണ്ട് പോകരുത്. നീ വഴിയിൽ പൊക്കണവും സഞ്ചിയും എടുക്കരുത്. Live free, walk free, do not live burdened. നീ ഭാരത്തോടെ ജീവിക്കരുത്. യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയാ: മക്കളെ, പൊക്കണോ സഞ്ചി എടുക്കാതെ നീ ഫ്രീ ആയിട്ട് പോകും. നീ ചെല്ലുന്ന ഇടത്തൊക്കെ ഞാൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളാം. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ, നീ ഭാരം ചുമക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ, നീ പൊക്കണവും സഞ്ചിയും എടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ, നിന്റെ തോളിൽ ഒരു ചുമടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ, നിന്റെ തലയിൽ ഒരു ഭാരം ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം പറയുകയാണ്: നീ പൊക്കണവും സഞ്ചിയും എടുക്കരുത്. നോ, നീ പൊക്കണവും സഞ്ചിയും എടുക്കരുത്. പകരം നീ ഫ്രീ ആയിട്ട് നടന്നു പോ. നീ ഏത് ഗ്രാമത്തിൽ ചെന്നാലും പാർക്കാൻ ഞാൻ ഒരിടം തരാം, നിനക്ക് ഭക്ഷിപ്പാൻ ഞാൻ തരാം. നിനക്കൊന്നിനും കുറവ് വരികയില്ല. 40 സംവത്സരം ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ നടത്തിയപ്പോൾ അവർ ചുമന്നതിൽ നിന്നല്ല അവർ ഭക്ഷിച്ചത്, അവരുടെ പൊക്കണത്തിൽ നിന്നും സഞ്ചിയിൽ നിന്നുമല്ല അവർ ഭക്ഷിച്ചത്. അവരെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടായിരുന്നു. അവൻ നിങ്ങൾക്കായി കരുതും. വിളിക്കപ്പെട്ട ദൈവ പൈതലിന് ഒരു ധൈര്യമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. എന്നാൽ കരുതലുകൾ മാത്രമല്ല ദൈവത്തിൻ്റെത് കേട്ടോ. വിളിക്കപ്പെട്ടവനെ ദൈവം സ്നേഹിക്കും. വിളിക്കപ്പെട്ടവനോടുള്ള 2ാമത്തെ വാഗ്ദത്തം: നീ സൂക്ഷിക്കപ്പെടും. അത് പ്രിസേർവ് ചെയ്യപ്പെടും, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നതിനെക്കാട്ടിലുപരി പ്രിസേർവ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. പ്രിസേർവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഫ്രിഡ്ജിൽ വെച്ചാൽ
ആ ഫ്രിഡ്ജിന്റെ പുറത്ത് ഏതൊരു ക്ലൈമാറ്റിക് ചേഞ്ചസ് വന്നാലും ഈ ഫ്രിഡ്ജിനകത്തൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും, അതിനകത്തൊരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സീസണൽ വേരിയേഷൻസ് കൊണ്ട്, അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻസ് കൊണ്ട്, സാഹചര്യങ്ങളുടെ വ്യതിചലനം കൊണ്ട് നിനക്കൊരു പ്രശ്നവും സംഭവിക്കത്തില്ല. ലോകത്തിന്റെ ഗതികൾ മാറും, മനുഷ്യരുടെ മുഖങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറി മറിയും. But you shall be preserved. Called one is preserved one. നമ്മുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വിളി നമ്മളെ പ്രിസർവ് ചെയ്യുന്നതാണ്. മാനുഷിക മുഖങ്ങൾ മാറാം, ബന്ധങ്ങൾ മാറാം, സാഹചര്യങ്ങൾ മാറാം, നിലവാരങ്ങൾ മാറാം, നമുക്കെതിരെയുള്ള നിലപാടുകളും മാറാം. പക്ഷേ as long as we are called, we are in the purpose of God, we are in the preservance of God. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം, നീ ദൈവത്തിന്റെ വിളിയിലും നിയോഗത്തിലും നിൽക്കുന്നിടത്തോളം നീ ദൈവത്തിന്റെ സൂക്ഷിപ്പിനകത്താണ്. ജീസസ്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. 12-ാം അധ്യായത്തിൽ വാഗ്ദത്തങ്ങളെ നൽകി, അനുഗ്രഹങ്ങളെ നൽകി. 13-ാം അധ്യായം 14-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അബ്രഹാമിനെ ദൈവം സ്നേഹിച്ചു വർദ്ധിപ്പിച്ചു. ദേശത്തിൽ നിറഞ്ഞു കവിയുന്ന ആടുമാടുകളും സമ്പത്തും നൽകി. ബന്ധങ്ങൾ, സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അബ്രഹാമിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അബ്രഹാമിന്റെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അബ്രഹാമിന്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അബ്രഹാമിന് ആടുമാടുകൾ പെരുകിയപ്പോൾ അബ്രഹാമിന്റെ സഹോദരപുത്രൻ ലോത്ത് അവനെ വിട്ടകന്നുപോയി. ദാറ്റ് ഈസ് എ റിയാലിറ്റി. നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെടും. നമ്മളെന്നും താണും തകർന്നും മുടിഞ്ഞും കിടന്നാൽ ഒത്തിരി പേര് നമ്മുടെ കൂടെ സിമ്പതി കൂടാനും പരിതാപം പറയാനും സങ്കടം പറയാനും ഒക്കെ കാണും. പക്ഷേ നമ്മുടെ ഉയർച്ചയുടെ പദങ്ങൾ നാം കയറുമ്പോൾ, നമ്മുടെ അനുഗ്രഹത്തിന്റെ പടവുകൾ നാം കയറുമ്പോൾ ചിലരൊക്കെ നമ്മെ വിട്ടുപിരിയും. ചിലപ്പോൾ അസൂയയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നന്മ ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വളർച്ചയെ അവർക്ക് വഹിക്കാൻ കഴിയാത്തതായിരിക്കാം. മേ ബി സംതിങ്. അബ്രഹാം 12-ാം അധ്യായത്തിൽ വിളിക്കപ്പെട്ട അബ്രഹാം 13-14 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സമ്പന്നനാവുകയാണ്. പക്ഷേ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലപ്പെടുമ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ്. എവിടെയോ ഉറ്റവരും ഉടയവരും നിന്റെ നേരെ, നിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട്, നിന്റെ അനുഗ്രഹത്തിൽ അസൂയപ്പെട്ട് നിനക്കെതിരെ മുഖം മറച്ച് ബന്ധങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോകുമ്പോൾ നീ അധൈര്യപ്പെടരുത് ദൈവത്തിൻ്റെ പൈതലേ. അനുഗ്രഹവും ബന്ധങ്ങളും കൂടെ ചിലപ്പോൾ ഒരുപോലെ പോകത്തില്ല. അനുഗ്രഹങ്ങളും ബന്ധങ്ങളും കൂടെ ഒരുപോലെ പോകത്തില്ല. ദർശനം യോസെഫിന്റെ മേൽ കിടക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നു വന്നിരിക്കും. അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ സ്നേഹിതർ അകന്നിരിക്കും. യാക്കോബ് വർദ്ധിക്കുന്നുവെന്ന് കാണുമ്പോൾ ലാബാന്റെ മുഖഭാവം മാറി എന്ന് വരും. എന്നാൽ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറയുകയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. വിളിക്കപ്പെട്ട 12-ാം അധ്യായത്തിൽ വിളിക്കപ്പെട്ട അബ്രഹാമിന്റെ അടുക്കൽ 15-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, അബ്രഹാം നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. ഞാൻ നിന്റെ പരിചയമാണ്. ഞാനാണ് നിന്നെ വിളിച്ചതെങ്കിൽ ഞാൻ നിന്റെ പരിചയമായിരിക്കും. നീ ഭയപ്പെടരുത്. ഞാനാ നിന്നെ വിളിച്ചത്. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ നിന്നെ പ്രിസർവ് ചെയ്യും. എത്ര യുദ്ധങ്ങൾ നിനക്കെതിരെ വരട്ടെ, എത്ര വെല്ലുവിളികൾ നിനക്കെതിരെ വരട്ടെ, എത്ര പ്രശ്നങ്ങൾ നിനക്കെതിരെ ഉടലെടുക്കട്ടെ, ഞാനല്ലേ അബ്രഹാം നിന്നെ വിളിച്ചത്. മെസ്സപ്പെട്ടോമിയയിലെ പട്ടണത്തിൽ ഒന്നിൽ നിന്ന് ഞാനല്ലേ നിന്നെ പൊക്കിയെടുത്തത്. ഹാരാനിൽ വന്ന് തിരിച്ചു പോകാമെന്ന് ചിന്തിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഞാനല്ലേ നിന്നെ മുമ്പോട്ട് നയിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, അബ്രഹാം നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ പരിചയമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ വെട്ടുന്ന വെട്ടൊക്കെ എൻ്റെ മേളിൽ കൊള്ളും, നിന്നെ കുത്തുന്ന കുത്തൊക്കെ എൻ്റെ മേളിൽ കൊള്ളും, നിന്റെ മേളിൽ വരുന്ന വെടിയുണ്ടകളൊക്കെ എൻ്റെ മേളിൽ വരും. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടും. നോ അബ്രഹാം, നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ പരിചയ. ഞാൻ നിന്നെ വിളിച്ചുവെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് യൂദ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണെങ്കിൽ അതൊരു പാക്കേജാണ്.
നിങ്ങളുടെ കോളിംഗ് എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ലവ് ആൻഡ് പ്രിസർവൻസ്, സ്നേഹവും സംരക്ഷണവും അതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ച വിളിയുടെ നിയോഗമെടുക്കാൻ ഭയപ്പെടരുത്. ശുശ്രൂഷ എടുക്കാൻ ഭയപ്പെടരുത്. ശുശ്രൂഷ ഏൽപ്പിച്ചവൻ സൂക്ഷിപ്പാനും ശക്തനാണ്. നിയോഗം ഏൽപ്പിച്ചവൻ സംരക്ഷിപ്പാനും ശക്തനാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദം അടുത്തു വന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ വിളിച്ച വിളിക്കകത്ത് ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹവും നന്മയും സംരക്ഷണവും സുരക്ഷിതത്വവും മറഞ്ഞിരിക്കുന്നുവെന്നുള്ള വാഗ്ദത്തങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വി ട്രസ്റ്റ് ഇൻ യു ലോർഡ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ മറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. ബ്ലെസ് യു.